കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ഇതാ ഈശോ ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളി വരികയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന, 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 യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്പർശിക്കണമേ. എല്ലാവരും ചേർന്ന് സമയത്ത് പാടാം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാ
കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ. ആദ്യനും യേശുവേ ആരാധന. അന്ത്യനും നീ മാത്രമേ യേശുവേ. മഹത്വം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന. ആരാധന 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 പ്രിയമുള്ളവരെ, എപ്പോഴും ഈ പ്രാർത്ഥന സ്പ്രൗട്ട് ചെയ്യേണ്ട ഒരു കൾച്ചർ ചെയ്യേണ്ട ഒരു ഹൃദയത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഈ വളമുണ്ടല്ലോ, പലതരത്തിലുള്ള വളങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യണ ഭൂമിയാണെങ്കിൽ ഈ മഴ പെയ്യുമ്പോഴൊക്കെ ഒരു തന്നെ ഇരുമ്പിൻ്റെ കറ പോലെ സാധനം പുറത്തേക്ക് വരികയല്ലേ മണ്ണിൻ്റെ മുകളിൽ. അത്ര മണ്ണിലൊക്കെ നമ്മൾ എന്തെങ്കിലും നടുകയാണെങ്കിൽ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കോലച്ച് വരും, കറുത്ത നിറത്തിൽ വരേണ്ടതാണ് അല്ലേ. ഇതുപോലെ പ്രാർത്ഥന നല്ല കരിമ്പച്ചയായ പ്രാർത്ഥനയുണ്ട്, മഞ്ഞ പ്രാർത്ഥനയുണ്ട്. മഞ്ഞ പുസ്തകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് മാലിസായിട്ടുള്ള ലിറ്ററേച്ചർ. അതുപോലെ തന്നെ പ്രാർത്ഥനയും മഞ്ഞ പ്രാർത്ഥനയുണ്ട്. എന്നുവെച്ചാൽ നല്ല വളക്കൂറുള്ള ഹൃദയത്തിൽ നിന്ന് നല്ല പ്രാർത്ഥന വരുന്നെങ്കിൽ അത് മഞ്ഞ പ്രാർത്ഥനയായി പോകും, കോലച്ച പ്രാർത്ഥനയായി പോകും. എന്താ ഉദാഹരണം, ഇപ്പോൾ വളക്കൂറുള്ള ഹൃദയം, ഇപ്പോൾ ഹൃദയത്തെയാണല്ലോ ഉദ്ദേശിക്കേണ്ടത്. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നല്ലേ വരണത്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ നോക്കണത്? ഹൃദയത്തെയല്ലേ നോക്കണത്. നമ്മൾ കൈ ഉയർത്തിയിട്ടുണ്ട്, മുട്ടയൊക്കെ വന്ന് കിടക്കണമെന്നൊന്നും ഈശോ നോക്കത്തില്ലേ. അത് സെക്കൻഡ് റെഫറൻസാണ്. നമ്മളെ കൈ ഉയർത്തണത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യന്ത്രം പോലെ ഞങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തും, കൈ അടിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ കൈ അടിക്കും. അപ്പോഴേ അതൊക്കെ ഒരുതരം നമ്മൾ പറയുന്ന കൊണ്ട് നിങ്ങളത് ചെയ്തു പോണതാണ്. പക്ഷെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശരീരഭാഷയ്ക്കെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് ബന്ധമുണ്ട്, വിശ്വാസ പ്രഖ്യാപനമായിട്ട് ബന്ധമുണ്ട്. മുട്ടയിൽ നിൽക്കുകയാണെങ്കിൽ മുട്ടയിൽ നിൽക്കുന്നതും ഒരു പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇതിനേക്കാൾ പെർഫെക്റ്റായിട്ട് ഒരു പ്രെയർ ഫോർമുല ഇനി കിട്ടാനില്ല, അത്രയും പെർഫെക്റ്റാണ്. കാരണം ഇത് ഫീൽഡിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രാർത്ഥനയാണ്. അതേസമയം തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റ് പ്രാർത്ഥന പോലെ ഹൈപ്പോത്തിസിസ് അംബിഗ്വസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല, ഷാർപ്പ് ഷൂട്ടറാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉന്നവെക്കുന്ന വിഷയം, ഈ ഉടമ്പടി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പാഡ്, ഇപ്പം മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പാഡില്ലേ, അതും അതിൻ്റെ റേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സ് ഏത് രീതിയിലായിരിക്കണം. കാര്യം ആ മനസ്സിന് മാറ്റമില്ലാതെ അത് ഈ കെടുവളം പോലെയൊക്കെ ഉള്ള അവസ്ഥയാണെങ്കിൽ ഉടമ്പടി ഈ മഞ്ഞച്ച് കോലച്ച് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? നല്ല ഷൂട്ട് ചെയ്ത് കരിമ്പച്ചയായിട്ട് ഇങ്ങോട്ട് വരണം. അതാണ് 100 മേനിയും 60 മേനിയും വിളവ് നൽകണത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത്, പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ ഹൃദയമാണ് ആദ്യം ഉള്ളത്. അതെപ്പോഴും നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്, അല്ല, പ്രാർത്ഥനാ ഹൃദയം വേണം. അതെന്താണെന്ന് വെച്ചാൽ പറയാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ഹൃദയം നൽകണമേ. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ഹൃദയം നൽകണമേ. ശ്രുതികട്ടെ. ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ഹൃദയം നൽകണമേ. ആരാധന 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 സ്പർശിക്കണമേ. ആരാധന
ഉടമ്പടിയുടെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട പ്രീ റെക്വിസിറ്റ് എന്ന് പറയണത്, മുന്നാവശ്യം എന്ന് പറയണത് പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയമാണ്. പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയം. അപ്പോൾ പലപ്പോഴും വിഷയം ദൈവം എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. കർത്താവ് പറയുന്ന വാക്കാണത്, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അവിടെയാണ് വിഷയം. അത് കാര്യം വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയമല്ല. നമ്മൾ ഈ വിഷയത്തെ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരുമിച്ച് കറക്ഷന് വിധേയമാകുകയാണെങ്കിൽ ഉടമ്പടി കുറച്ചുകൂടി സ്പീഡപ്പ് ആകാൻ സാധ്യതയുണ്ട്. കാര്യം ഉടമ്പടി ടാർഗറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെയല്ല, സബ്ജക്റ്റിനെയാണ്. അത് നമ്മളെപ്പോഴും ഇപ്പം നമുക്ക് കല്യാണം വെക്കുക, അത് ഒബ്ജക്റ്റാണല്ലേ, വസ്തുവാണ്, പുറത്താണ്, നമുക്ക് പുറത്ത് സംഭവിക്കണ നമുക്ക് തരേണ്ട അനുഗ്രഹമാണ്. പക്ഷേ നമ്മളെ ഉടമ്പടിയുടെ സമീപനത്തിൽ ആ കർമ്മത്തെക്കാളുപരി കർത്താവിനെ, ആ വ്യക്തിയെ, സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ റേഞ്ച് കുറച്ചുകൂടി വ്യത്യാസം വരും. വ്യക്തിയെ, അതാണ് അച്ഛൻ ഈ പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷിതമായ ഹൃദയം എന്ന് പറയണത്. എന്നപ്പോൾ നമുക്ക് ജോലി, അപ്പോൾ ജോലി, പിന്നെ അതിൻ്റെ ശമ്പളം, അത് പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ഈ പ്രാർത്ഥന സ്പീഡപ്പ് ചെയ്യാൻ വൈ ഐ ഷുഡ് ഗീവ്, എന്തുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഹൃദയമായി മാറാൻ പ്രത്യേകം നമ്മൾ ഒരു ശ്രദ്ധയുണ്ടാകണത് ഉടമ്പടിയുടെ സ്പീഡ് സഹായിക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശയും കൊണ്ട് നിറച്ച് ഉടമ്പടിക്ക് അനുയോജ്യമായ ഒരു ഹൃദയമായി എന്നെ പരിവർത്തനം ചെയ്യിക്കണമേ. എന്നെ പരിവർത്തനം ചെയ്യിക്കണമേ. ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിക്ക് അനുവർത്തമായ ഹൃദയം കർത്താവേ പുനർനിർമ്മിച്ചു പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് ഇപ്പം ശതാധിപനെ ദൈവം അനുഗ്രഹിക്കണത് എങ്ങനെയാണ്? ശതാധിപൻ വിശ്വസിച്ചതുപോലെയാണ്. ഈശോ എന്താ പറയണത് ശതാധിപനോട്? 8:13 മെസ്സേജ്, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:13 ശതാധിപനോട് ഈശോ എന്നാ പറയണത്? നീ വിശ്വസിച്ചതുപോലെ, ഒന്ന് ഏറ്റു പറഞ്ഞേ, നിനക്ക് സംഭവിക്കട്ടെ. അപ്പം അത് ശതാധിപൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഷാർപ്നെസ് വ്യക്തമാണ്. ശതാധിപൻ എന്താ പറഞ്ഞത്? കർത്താവേ, നീ ഒരു വാക്ക് ഇവിടെ നിന്ന് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഒരു വാക്ക്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് അയാൾക്ക് വല്ലാത്ത വിശ്വാസമാണ്. അയാളുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത ഈശോയുടെ വചനത്തിൽ കളർപ്പില്ലാതെ, ചഞ്ചരിപ്പില്ലാതെ, സംശയമില്ലാതെ വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഷേൽ ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞു. ഷേൽ ടീച്ചർ നേരത്തെ ഒരു സാക്ഷ്യബോധം നടത്തുന്നത്. ഷേൽ ടീച്ചർ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇപ്പോഴും പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ അവർ മുടന്തിയാണ് വന്നത്. അവർക്ക് വേറെ 2 ഗുരുതരമായ രോഗങ്ങൾ സുഖപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ ഒരു പുതിയൊരു രോഗം അവർക്കുണ്ടായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ നടുവലിൻ്റെ ഉള്ളിലെവിടെയോ 12ാമത്തെയും 11ാമത്തെയും കശേരികൾക്ക് നീർവീക്കം ഉണ്ടായി. ഡോക്ടർ അത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലിങ്ങോട്ട് വളർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ അവർക്ക് നടക്കാൻ പറ്റണില്ല, മുടന്തിയാണ് ഇവിടെ. ഞാൻ ആൾത്താരെ നിൽക്കുമ്പോൾ അവർ അവർക്കാണ് നല്ല ആവശ്യത്തിന് വണ്ണമുണ്ട്, എങ്കിലും അവർ മുടന്തിയാണ് ഈ ആൾത്താരെ കയറണം ഞാൻ ഓർക്കുന്നുണ്ട്.
അപ്പോൾ അവരെ ഭയങ്കര, നമുക്കറിയാമല്ലോ, നടുവലിൻ്റെ അകത്ത് വളർന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറഞ്ഞത്, അത് ബയോപ്സിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലമെന്നാണ് പറഞ്ഞത്. ബയോപ്സിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബയോപ്സിക്ക് എടുക്കണ്ടേ, അതെടുക്കാൻ പറ്റാത്ത സ്ഥലത്താണ്, നടുവിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം വളരണത്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. 6 മാസത്തെ മരുന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ ടീച്ചറിന് എൻ്റെ അടുത്ത് വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ബയോപ്സിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയണത്. അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം വളർന്ന് അത് വലിയ ഓപ്പറേഷനിലൂടെ തീരും. എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ, എന്താണെന്നൊക്കെ അത് മനസ്സിലാവാത്ത അവസ്ഥയിൽ അത് നടുവലിൻ്റെ മർമ്മത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. ശീലം നടക്കാൻ പറ്റുമോ, നമുക്ക് കമ്പീരേണ്ടി വരുമോ ഒന്നും അറിയത്തില്ല. ഇത്രയും വണ്ണമുള്ള ആളാണെങ്കിൽ പിന്നെ സഹിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്താ വിഷയം? അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഈ ടീച്ചറിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടേന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മുട്ടയിൽ നിന്നിട്ട് ഞാൻ തിരിച്ച് എന്ന് വെച്ചും സൈത്ത് എടുത്തിട്ട്, അൾത്താറിൽ ഞാൻ ശുശ്രൂഷ ചെയ്യണത് ഉടമ്പടി തൈലവും സൈത്തും കൂടി ചേർത്തിട്ടുള്ള ഓയിലാണ് ആൾക്കാർക്ക് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ ടീച്ചറിൻ്റെ തള്ളവിരലില്ലേ, ഞാൻ ഈ സൈത്ത് തേച്ച് കൊടുക്കും. തേച്ച് കൊടുത്തിട്ട് പറഞ്ഞ് ടീച്ചർ ബാത്റൂമിൽ ചെന്നിട്ട് ഇപ്പം തന്നെ ആ നടുവലിൻ്റെ ആ മുടന്തി നിൽക്കുന്ന സ്ഥലത്ത്, അനങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തേച്ചിട്ട് വരാൻ പറഞ്ഞു. അവരത് വിശ്വാസപ്രമാണം ചൊല്ലിയ അതവിടെ പോയി അപ്ലൈ ചെയ്ത് അവർ തിരിച്ചു വന്ന് ബ്ലെസ് ചെയ്തോടുകൂടി ഇവരുടെ കിടപ്പ് ആയിട്ട് അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് മാറി. പിന്നെ പതുക്കെ ജോലിയെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എല്ലാം അവിടെ ഇല്ല. അതിന് പകരം കാൽഷ്യത്തിൻ്റെ ചെറിയൊരു ഫോർമേഷൻ കാണാനും പറ്റണില്ല. തീർന്ന ആ വിഷയം. ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്തത്, ടീച്ചർ എന്താണ് ചെയ്തത്? ഞാൻ ചെയ്തത് മാതാവിൻ്റെ മുമ്പിൽ ഈ വിഷയം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പോലും കയ്യിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമാണ്. അപ്പം ഞാനെന്ത് ചെയ്ത്, ഞാൻ ഫുള്ളായിട്ട് മാതാവിനെ ആശ്രയിച്ച് അവിടെ മുട്ടയിൽ നിന്നു. അപ്പം അതിനകത്ത് വരുന്ന വിഷയത്തെ അതിൽ വരുന്നൊരു വിഷയം, ഞാൻ മുട്ടയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കുറച്ച് സീരിയസ് വിഷയമാണെന്ന് കണ്ടാൽ ഞാൻ അത് മുട്ടയിൽ നിൽക്കും. കാര്യം ഈ പ്രാർത്ഥനകൾക്കെല്ലാം നമ്മുടെ ബോഡി പോസ്റ്ററിനെല്ലാം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നിന്ന് പ്രാർത്ഥിക്കണതും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണതും. ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കമന്ന കിടന്നാണ് പ്രാർത്ഥിക്കുന്നത് ആൾത്താറിലെ അച്ഛന്മാർ, അല്ലേ? ഞങ്ങളൊക്കെ ദുഃഖ വെള്ളിയാഴ്ച കയറുമ്പോൾ ചോസുബിളൊക്കെ റെഡ് ചോസുബിൾ ഇട്ടിട്ട് ആ ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2:45 ആൾത്താറയിൽ കമന്ന് കിടക്കും 4 മണിക്കൂറോളം. അതെന്തിനാ അങ്ങനെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു ഗെത്സമനിൽ കിടന്നതിൻ്റെ ഓർമ്മയാണ്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ പിതാവിൻ്റെയൊക്കെ ഏറ്റെടുക്കുകയാണ് ഗെത്സമനിയിലെ. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ക്രിസ്തു പിതാവിൻ്റെ പക്കൽ നിന്ന് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ പരിഹാരം ചെയ്യാൻ വേണ്ടി. അതിനാണ് ക്രിസ്തു ഗെത്സമനിൽ കമന്ന് കിടക്കുന്നത്. അപ്പോൾ അതും ഒരു പ്രെയറാണ്. അത് റെയറായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്രെയർ ചെയ്യാം. പക്ഷേ അങ്ങനെ പ്രെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബോഡി എന്ത് പോസ്റ്റർ കാണിക്കുന്നൊന്നുമല്ല പ്രശ്നം. അതിൽ നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇപ്പം നിങ്ങൾ മുട്ടയിൽ നിൽക്കാൻ ആർക്കാൻ പറ്റാത്തത്, പക്ഷേ അവിടെ മുട്ടയിൽ നിൽക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടുള്ള വിശ്വാസമുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ വിഷയം വേണ്ടത്. ആൾക്കാരിങ്ങനെ യാന്ത്രികമായിട്ട് മുട്ടയിൽ നിൽക്കുകയും കിടക്കുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യും, കൈ പൊക്കുകയും തല ഉയർത്തുകയൊക്കെ ചെയ്യും. ഇതെല്ലാം മെക്കാനിക്കലായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ശാരീരികമായ നമ്മൾ കാണിക്കുന്ന ഓരോ തരത്തിലുള്ള അംഗവിക്ഷേപങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഹാർട്ടുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കുന്നത് നമ്മൾ. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആൾക്കാർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഇതാണ്. ഹാർട്ട് ഇതിനകത്ത് ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ ബോഡി പോസ്റ്ററൊക്കെ ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് ഹൃദയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഹൃദയം കൂടി അതിൻ്റെ കൂടെ ഘടിപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥന റിസീവ് ചെയ്യണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. രോഗശാന്തി പ്രാർത്ഥന സമയമാണ്. എല്ലാവരും എഴുന്നേൽക്കുക. കൃപാസനം മാതാവ്, സഞ്ചാരി മാതാവ് ആയത് കാരണം നമ്മളത് യാത്ര സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും മാതാവ് നിൻ്റെ കൂടെ വരും. നിൻ്റെ കഴിവിനേക്കാളും ഒരു ദൈവം നിന്നെ സഹായിക്കും. ചിലപ്പോൾ ഇൻ്റർവ്യൂ ആകാം, അതിന് യാത്രയാകാം, ചിലപ്പോൾ ടെസ്റ്റ് ആകാം, ചിലപ്പോൾ യാത്രയാകാം. അത് ഓൺലൈൻ ചെയ്യാനുള്ള ആൾക്കാരായാലും കൈവെക്കണം. കാര്യം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ യാത്ര പോയി ചെയ്യേണ്ട കാര്യമാകാം. എംബസിയിലോട്ടോ അല്ലെങ്കിൽ കമ്പനിയിലോട്ടൊക്കെ പോകേണ്ടവരുണ്ടാകാം. എവിടെ യാത്ര, ജോലി സംബന്ധമായ വിഷയത്തിനോ ചികിത്സ സംബന്ധമായ വിഷയത്തിനോ യാത്ര ചെയ്യാനുള്ളവർ കൈപൊക്കുക. ഓൺലൈനിലുള്ളവർക്ക് കൈപൊക്കി പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. അച്ഛനോട് ചേർന്ന് ശ്രദ്ധിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം നടക്കുന്ന, ആഴ്ചയിൽ നടക്കാൻ പോകുന്ന മുഴുവൻ യാത്രകൾ, ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ, സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, വിവാഹത്തിൻ്റെ ഒരുക്ക യാത്രകൾ, കർത്താവെ, മറ്റെല്ലാ ചികിത്സാ യാത്രകൾ, എല്ലാ യാത്രകളും സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ സഹയാത്രികമായി കൂടി യേശുവും കർത്താവെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് സഞ്ചരിച്ചു പോയ അമ്മയുടെ മധ്യസ്ഥത ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അരികിൽ വരണമേ. രോഗികളായിട്ടുള്ളവരെ, വിവിധമായ രോഗം അനുഭവിക്കുന്ന ശരീര മേഖലകളിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ ഭാഗമായി വരുന്ന ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഒരു 100 കണക്കിന് ഇങ്ങനെ കൈ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് യൂട്യൂബിൽ സാക്ഷ്യം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ഇങ്ങനെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പെർപ്രസ്ഡ് ആയിട്ടുള്ള ഹാർട്ടല്ല, കംപ്ലീറ്റ് ആൻഡ് ഹാർട്ട്, അതായത് പൂർണ്ണ ഹൃദയത്തോടെയാണ് നിങ്ങൾ കൈവെക്കേണ്ടത്. ഉദര രോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പിസ്റ്റുല PCOD രോഗികളെല്ലാവരും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതിന് പലതരത്തിലുള്ള സിസ്റ്റ് രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരും ട്യൂബർ പ്രഗ്നൻസി നടന്നിട്ടുള്ളവരും മക്കളില്ലാത്തവരൊക്കെ ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ കൈവെക്കുന്ന സമയത്ത് കർത്താവ് മാതാവിൻ്റെ കൈയാണിതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ല, നിങ്ങൾ കൈവച്ചുകൊണ്ടിരിക്കുകയല്ല എൻ്റെ അർത്ഥം. അമ്മയെക്കൊണ്ട് നമ്മൾ കൈവെക്കുന്നതിൻ്റെ അടയാളം, വിശ്വാസത്താൽ കൈവെപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി കൈവച്ചിരിക്കുകയാണ്. വിശ്വാസത്തിൽ അത് അമ്മയുടെ കൈ തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം നമുക്ക്. അമ്മയുടെ പേരിലാണ്, അമ്മ ഞങ്ങളുടെ ശരീരഭാഗത്ത് കൈവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോഴും കൈവച്ചിരിക്കുന്നത്. ആ ഒരു ഓർമ്മയിൽ, ആ ഒരു ബോധത്തിലാണ് ഞങ്ങളത് ചെയ്യണത്. അമ്മ ഇപ്പോഴും എല്ലാവരുടെയും ശരീരത്തിൽ ഞങ്ങൾക്ക് അമ്മ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും, എവിടെയെല്ലാം ശരീര രോഗങ്ങളുണ്ട്, സ്പോണ്ടിലോസിസ് ഉള്ളവർ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നാക്കിലൊക്കെ അസുഖമുള്ളവരെ നാവിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ തലവേദനയുള്ളവരെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കണ്ണിന് അസുഖമുള്ളവരെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ എവിടെയാണോ അസുഖം വരണത്, ഇപ്പം നടുവിന് വേദനയുള്ളവരും കിഡ്നി രോഗമുള്ളവരും
നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ എവിടെ ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോരോ രോഗികൾ എവിടെയൊക്കെയാണ് രോഗം, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനിലൂടെയാണ് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആരാധനയുടെ സാന്നിധ്യത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ കരുത്ത് ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവനാമത്തിൽ നിങ്ങൾ മാർഗരോഗങ്ങൾ തിരവേദികൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പാട് സദയത്തോടെ സുഖമായി സദയത്തോടെ സുഖമായി നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൈകൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നു. ഉടമ്പടിയിൽ വെച്ച ഓരോ നിയോഗങ്ങളെ ഏറ്റെടുക്കുന്നു. അനേകായിരം പേര് കർത്താവെ അങ്ങേ പരിശുദ്ധമ്മയുടെ മാതൃശക്തിയിൽ ആശ്രയിച്ച് ബഹുമാനപ്പെട്ട ജോസഫിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയ രോഗികളെ ഈശോ തൊഴുന്ന നിമിഷമാണ്. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനം സംഭരിച്ച പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കർത്താവെ തിരുസഭയുടെ മേൽ ദിവികാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമാകണമേ. കർത്താവെ ആണ് ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ നൽകി കർത്താവെ ജനതകൾക്ക് വേണ്ടി ഉപകരണം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നേവരെ കൃപാസനത്തിൽ വന്നു പോയ ഓരോ മക്കളെയും സ്പർശിക്കണമേ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന. പ്രത്യക്ഷീകരണമാതാവേ ഞങ്ങൾക്ക് വേണ്ടി